ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജെസ്നാപ്സ്. അപ്പോൾ ജെസ്നാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ ഈ കൊച്ചു വീഡിയോയിൽ നമ്മൾ ഇൻഫർമേറ്റീവ് ആയിട്ട് സംസാരിക്കാൻ പോകുന്നത് ഡെൻമാർക്കിലെ ഹയർ എഡ്യൂക്കേഷനെ പറ്റിയാണ്. അതായത് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് നമ്മൾ പുറത്തു പോയി പഠിക്കുന്നവരുണ്ട്, യൂറോപ്യൻ കൺട്രീസിൽ അതുപോലെയുള്ള ബാക്കിയുള്ള കൺട്രീസിലൊക്കെ പോയിട്ട് ഹയർ എഡ്യൂക്കേഷനൊക്കെ വേണ്ടിയിട്ട് പോകാൻ ട്രൈ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ ഇട്ടപ്പം കുറേ മെയിനായിട്ടും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ച കൂട്ടത്തിൽ വന്നതാണ് ഇവിടെ ഗ്രാജുവേഷൻ, അതായത് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്, ഇവിടെ പല യൂണിവേഴ്സിറ്റിയുടെയും നെയിം പറഞ്ഞിട്ട് ഇവിടേക്ക് എങ്ങനെ ഉണ്ടെന്നുള്ള പോലെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് വിനോദ് ചേട്ടനുമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് മെയിനായിട്ട് ഡെൻമാർക്കിലോട്ട് ഇപ്പോൾ നാട്ടിൽ നിന്ന് പിള്ളേർ വരുമ്പം അതിൽ നേഴ്സിംഗ് ജോബിന് വേണ്ടി വരുന്നവരുണ്ട്, എഡ്യൂക്കേഷന് വേണ്ടി വരുന്നവരുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷന് വേണ്ടി വരുമ്പം UG അല്ലെങ്കിൽ PG, നമ്മുടെ ഒരു ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നവരുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ്റെ സാധ്യതകൾ, അതിൻ്റെ പോസിബിലിറ്റി, ഡിഫിക്കൽട്ടീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ? ഇപ്പം ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് UG അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ലെവലിലുള്ള എല്ലാ കോഴ്സുകളും ഡേനിഷിലാണ്. ആകെ എൻ്റെ അറിവിൽ ഒരു ജനറൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ ഇംഗ്ലീഷിലുള്ളൂ. ബാക്കി എല്ലാ കോഴ്സുകളും ഡേനിഷിലാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കോഴ്സിന് തന്നെ ഇവിടെ ഓൾറെഡി ഇവിടെ ലോക്കലിൽ വന്നിട്ടുള്ള ഒത്തിരി ഇമിഗ്രൻസ് അപ്ലൈ ചെയ്യും. അതിൽ തന്നെ അവർക്ക് എല്ലാവർക്കും തന്നെ കിട്ടാൻ ഇവിടെ തന്നെ വെച്ചാൽ ഓൾറെഡി ഉള്ളവരുണ്ട്. മുമ്പ് എത്തിയവരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പം ഈ ഗ്രാജുവേഷൻ ലെവലിൽ ഡേനിഷ് ലെവലിൽ പോകാൻ പറ്റാത്ത പിള്ളേരുണ്ടാവുമല്ലോ. എന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും ഈ പറഞ്ഞ പോലെ 5 വയസ്സിലും 6 വയസ്സിലായിരിക്കില്ലല്ലോ വരുന്നത്. ചിലപ്പം ചിലർ വരുന്നത് ചിലപ്പം 18 വയസ്സിലായിരിക്കും, അല്ലെങ്കിൽ 20 വയസ്സിലായിരിക്കും. അങ്ങനെ വരുന്നവർക്കുള്ള സാധനം പേരൻസിൻ്റെ കൂടെ വരുന്നവരുടെ കേസാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ ലെവലിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഡേനിഷ് ലെവലിൽ പഠിക്കാൻ പറ്റാത്തവർ ഈ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യും. ആകെയുള്ള ഒരു കോഴ്സ് അതാണ്. അപ്പം ഗ്രാജുവേഷൻ ലെവലിൽ ഇവിടെ വന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭാഷയില്ലാതെ പറ്റില്ല പ്രാക്ടിക്കലി. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി കോഴ്സുകളുണ്ട്. ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് ഇവിടെ ജോലി കിട്ടും. നല്ല കോഴ്സുകൾ, നല്ല യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡെൻമാർക്ക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ കോപ്പൻഹാഗൻ യൂണിവേഴ്സിറ്റി, ആൽബോഗ് യൂണിവേഴ്സിറ്റി, CBS ഇങ്ങനെയുള്ളിടത്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യത ഉണ്ട്. കാരണം വെച്ചാൽ ഇവിടെയുള്ള ഒരു സിലബസും സിസ്റ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മളൊരു എഡ്യൂക്കേഷൻ സൈഡിൽ പറയുകയാണെങ്കിൽ ഈവൻ ക്ലാസ് 1 മുതൽ പ്രയോഗിക്കേണ്ട. ഇപ്പോൾ ഒരു 5ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 6ാം ക്ലാസ് മുതൽ ഇവർ റിസർച്ച് ഓറിയന്റഡ് ആണ് ഇവരുടെ സ്റ്റഡീസ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. എന്ന് വെച്ചാൽ നാട്ടിലിപ്പോൾ അങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, മാറ്റങ്ങൾ ഉണ്ടായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു മൂവ്മെന്റ് അനുസരിച്ച്, മാറ്റങ്ങൾ അനുസരിച്ചുള്ള ഒരു സ്ട്രക്ചറിലാണ് ഇവർ പോകുന്നത്. എഡ്യൂക്കേഷൻ്റെ സ്ട്രക്ചറേ അങ്ങനെയാണ്. ഇപ്പം എൻ്റെ മക്കൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ഈ ചെറിയ ക്ലാസ്സിൽ പഠിക്കുക, അവർ വളരെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാലഘട്ടം പോലെയല്ല. എൻ്റെ പാസ്റ്റിൽ ഞാൻ നാട്ടിൽ പഠിച്ച പോലെയുള്ള ഒരു സിറ്റുവേഷനിലല്ല അവർ പഠിക്കുന്നത്. അവർക്ക് ഇപ്പം നമ്മളെക്കാളൊക്കെ ഒത്തിരി വിവരമുണ്ട്. അവർ പിന്നെ ഒത്തിരി കാര്യങ്ങൾ, അവർ നമ്മളെക്കാളൊക്കെ ഒത്തിരി കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അവർ ഈ ചെറിയ ക്ലാസ്സുകൾ മുതൽ അങ്ങനെ വരുന്ന ഒരു സിസ്റ്റത്തിൽ പഠിക്കുന്ന പിള്ളേർ, അവർക്ക് കിട്ടുന്ന അഡ്മിഷൻ്റെ പോസിബിലിറ്റി നമ്മുടെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് വരുന്നവർക്കില്ല. ഞാനിപ്പം കൂടുതലായി പോകുമെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ജസ്റ്റിന് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇവിടെ നമ്മൾ കമ്പനികളിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർ ടെസ്റ്റ് തരും നമുക്ക്. ആ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഇങ്ങനെ മാറി പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം നമ്മളൊരു 5 ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഭയങ്കര ഹാർഡായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ഭയങ്കര ഈസി ആയിരിക്കും. അങ്ങനെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു തരം ടെസ്റ്റ് ഉണ്ട്. ഇപ്പം എൻ്റെ ഇളയ മോൻ ആ ടെസ്റ്റ് അവരുടെ സ്കൂളിൽ എഴുതി. കാരണം വെച്ചാൽ അവരുടെ സിലബസിൻ്റെ ഭാഗമാണിത്. നമ്മുടെ നാട്ടിൽ ഇവിടെ വന്ന് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് പോലും ആ എക്സ്പീരിയൻസ് ഇല്ല. കാരണം ഇതിവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവരെ ടെസ്റ്റ് ചെയ്യുന്ന കുറേ ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി, മാത്തമാറ്റിക്സിൻ്റെ പ്രോബ്ലംസ്, ഇതൊക്കെ ഇവരെ ടെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുറേ ലോജിക്കലുള്ള എബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അപ്പം ഈ ടെസ്റ്റിൽ ഇപ്പം 100 മാർക്കിൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 100 ക്വസ്റ്റ്യൻസിൽ അപ്പം 30 ആയിരിക്കും ഹയസ്റ്റ് കിട്ടുന്നവർക്ക് കിട്ടുക, അല്ലെങ്കിൽ 40 ആയിരിക്കും കിട്ടുക. പക്ഷേ ആ ക്വസ്റ്റ്യൻസ് കൊണ്ട് അവർ കുറേ കാര്യങ്ങൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൻ്റെ ആൻസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് വരെ അവർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇതൊക്കെ നമുക്ക് ഒട്ടും അറിയില്ലാത്തൊരു കാര്യങ്ങളാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ സൈഡിൽ വളരെ വളരെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവരുടെ ഉള്ളത്, ഡെൻമാർക്കിലുള്ളത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ
നമുക്ക് എവിടെ പോയാലും സർവൈവ് ചെയ്യാം. അതാണ് അതിന്റെ ഒരു സിസ്റ്റം. യുജിയിൽ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പം യുജി ആയിട്ടായിരിക്കും കൂടുതൽ പേരും അപ്പം ഇങ്ങോട്ട് വരാൻ നോക്കുക. മാസ്റ്റേഴ്സ് ലെവലിൽ ഇവിടെ വരാം. മാസ്റ്റേഴ്സ് ലെവലിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള അഡ്മിഷൻ പ്രൊസീജിയറും ഭയങ്കരമാണ്. അവര് ഈ പറഞ്ഞ പോലെ അവര് കുറേ അവര് ചോദിക്കുന്ന എന്താ പറയാ പേപ്പേഴ്സ് ചോദിക്കുക, റിസർച്ച് പേപ്പേഴ്സ് ചോദിക്കുക, അങ്ങനെയൊക്കെയാണ് ഈ അഡ്മിഷൻസ് എടുക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ പെട്ടെന്ന് പോയിട്ട് സർട്ടിഫിക്കറ്റോ മാർക്ക് ലിസ്റ്റോ കൊടുത്തിട്ട് ഡയറക്റ്റ് അഡ്മിഷൻ അങ്ങനെയുള്ള ഒരു ഇതല്ല. അപ്പം അതിന് എൻട്രൻസ് അങ്ങനെയുള്ള എൻട്രൻസ് കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ എൻട്രൻസ് ഉള്ള ഒരു ഇതല്ല ഇവിടുത്തെ അഡ്മിഷൻ സിസ്റ്റം. നമ്മൾ കൊടുക്കുമ്പം അവർക്ക് കുറേ റിക്വയർമെന്റ് ഉണ്ട്. ഇപ്പം ഇങ്ങനെ ചിലപ്പം ഇപ്പം മാസ്റ്റേഴ്സിനൊക്കെ കൊടുക്കുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഗ്രാജുവേഷൻ ലെവലിൽ നമ്മൾ റിസർച്ചാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഗ്രാജുവേഷൻ ലെവലിൽ നമ്മൾ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ആ റിസർച്ചിന്റെ പേപ്പർ സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ആണെങ്കിലും മലയാളികൾ ഇഷ്ടംമാതിരി ഇപ്പം നമുക്ക് മാസ്റ്റേഴ്സിന് കുറവാണെങ്കിലും PhD ചെയ്യാനും പോസ്റ്റ് ഡോക്ക് ആയിട്ടും നാട്ടിൽ ഇപ്പൊ കുസാറ്റി എന്നൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും അതെ, അതുപോലെ തന്നെ IIT-യിലുള്ള ആളുകൾ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന മലയാളികൾ ഇഷ്ടംമാതിരി ഉണ്ട്. അങ്ങനെ ഒത്തിരി ഹൈ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഇഷ്ടംമാതിരി മലയാളികളിൽ തന്നെ ഇവിടെ ഉള്ളതിലൊരു എനിക്ക് പറയുകയാണെങ്കിൽ ഒരു 99% മലയാളികളും ഒരു ഹൈ ലെവൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഇവിടെ വന്നവരും ഹൈ ലെവലിലുള്ള പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമാണ് ഇവിടെ മലയാളികളായിട്ടുള്ളത് തന്നെ. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഈ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ എങ്ങനെ ഫീസും കാര്യങ്ങളൊക്കെ? പോസ്റ്റ് ഗ്രാജുവേഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഒരു 25 to 30 lakhs എക്സ്പെൻസ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിപ്പോൾ ഞാനൊരു 3-4 വർഷം മുമ്പ് ഇങ്ങനെ നോക്കിയപ്പം കണ്ടതാണ്. ഇപ്പം വ്യത്യാസം വന്നിട്ടുണ്ടാവുമായിരിക്കും. അത്ര ഞാൻ അതിനെക്കുറിച്ച് അത്ര അങ്ങ് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു ആവശ്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ പഠിച്ചിറങ്ങിയാലും ഇവിടെ ജോലി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ജോലി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള പല യൂണിവേഴ്സിറ്റികളും ഫണ്ട് ചെയ്യുന്നതിന് വലിയ വലിയ കമ്പനികളാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം DTUവിൽ ഒരു കോഴ്സ് അതിൻ്റെ ഫണ്ട് ചെയ്യുന്ന നോവോ നോർഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ ആ നോവോ നോർഡിസ്ക് ആ ഫണ്ട് ചെയ്യുമ്പം അവർ എക്സ്പെക്ട് ചെയ്യുന്ന അവരിന്ന് കുറേ ആളുകളെ അവർക്ക് ജോലി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ അവരൊരു ഫണ്ട് ചെയ്ത് ഒരു എന്താ പറയുക ഒരു കോഴ്സ് ചെയ്യുമ്പം അവരുടെ എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, അവർക്ക് സ്ട്രക്ചർ ആ രീതിയിലായിരിക്കും. അപ്പൊ അവര് എക്സ്പെക്ട് ചെയ്യുന്ന അപ്പൊ അവർക്ക് ആ ഒരു ബെറ്റർ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അവർക്ക് ജോലി കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഹയർ എഡ്യൂക്കേഷൻ്റെ പോസ്റ്റ്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ സംസാരിച്ചത് നമ്മുടെ ഇവിടുത്തെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കാര്യത്തിനെ കുറിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്കുള്ള ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അതിന് പറ്റുന്ന പോലെ നമ്മൾ അന്വേഷിച്ച് മറുപടിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.